എനിക്കോട്ട് സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ക്യാപ്സിക്കം ഇതേപോലെ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മീഡിയം സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുത്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്, ഒരു 6 വലിയ വെളുത്തുള്ളി ചതച്ചെടുത്തത്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിന്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കടുകും കറിവേപ്പിലയും. അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെ ഒലത്തിരിക്കാന്ന്. ക്യാപ്സിക്കം ഒലത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഏറ്റാദ്യം കടുകിട്ട് പൊട്ടിക്കാം. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചേക്കണ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയും കറിവേപ്പിലയും ചേർക്കാം. നമുക്ക് ഏറ്റാദ്യം സവോള ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാം, ഇഞ്ചി ചേർക്കാം, കറിവേപ്പില ചേർക്കാം. ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർക്കണില്ല. ഈ സവോളയ്ക്ക് നന്നായിട്ടൊന്ന് വളർന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ഇപ്പോൾ സവോളയ്ക്ക് വഴന്നിട്ടുണ്ട്. ഈ സവോളയിൽ നന്നായിട്ട് മൊരിയേണ്ട ആവശ്യമില്ല, ഒന്ന് വളർന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം. നമുക്ക് തീ പതുക്കൊന്ന് കുറച്ച് വയ്ക്കാം. നമുക്ക് ഏറ്റാദ്യം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഈ മഞ്ഞൾപ്പൊടി എണ്ണയിലോട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഈ മഞ്ഞളുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്തേക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിയും എണ്ണയിലോട്ട് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്തേക്കുന്നത്. അപ്പോൾ എല്ലാ മസാലപ്പൊടികളും ഞാൻ അത് കിടന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. ക്യാപ്സിക്കം ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ക്യാപ്സിക്കത്തിൻ്റെ കൂടെ തന്നെ തേങ്ങയും ചേർക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൊടി നമുക്കൊരു നുള്ളി ചേർക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് ക്യാപ്സിക്കം വേവിക്കാം. ക്യാപ്സിക്കം വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കരുത്. ക്യാപ്സിക്കം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് മൂടി വയ്ക്കാം. അപ്പോൾ ക്യാപ്സിക്കം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി മൂടി വെച്ചിട്ട് വേവിക്കാം. ക്യാപ്സിക്കം നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതി. അത്രയ്ക്ക് വേവുള്ളൂ ക്യാപ്സിക്കത്തിന്. നമുക്ക് മൂടി വയ്ക്കാം. ക്യാപ്സിക്കം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ക്യാപ്സിക്കം കുറേ നേരം ഇട്ടിട്ട് നമ്മൾ വേവിക്കരുത്. അങ്ങനെ കുറേ നേരം ഇട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം കുഴഞ്ഞു പോകും. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ക്യാപ്സിക്കം മുളച്ചെടുത്ത് റെഡി ആയിട്ടുണ്ട്. ക്യാപ്സിക്കം വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മൂടി വയ്ക്കരുത്. അങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് സ്വറ്റ് ചെയ്ത് വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കത്തിൻ്റെ കളർ മാറിപ്പോവുകയും ചെയ്യും. ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റിന് ചെറുതായിട്ട് വ്യത്യാസം വരികയും ചെയ്യും. അപ്പോൾ ഒന്നുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് വയ്ക്കുക, അല്ലെങ്കിൽ വേറെ സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്തി വയ്ക്കുക.